മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും ഒപ്പം തന്നെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നതിനായിട്ട് പതിവ് പോലെ ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. Morning Priya and morning viewers. നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ 21,819 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 21,809 എന്ന റേഞ്ചിൽ 26 പോയിന്റിന്റെ ഒരു മുന്നേറ്റം ഇപ്പോൾ രേഖപ്പെടുന്നു. വളരെ ഫ്ലക്ച്വേഷൻ ആണ് ആദ്യ നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചും ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നിഫ്റ്റി 50യുടെ വലിയ ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോൾ സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിഫ്റ്റി 50യിൽ ഇന്ന് നമുക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണുമെങ്കിൽ 22,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 21,400 പോയിന്റ്സ് ആയിരിക്കണം. 21,400 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 45,629 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. 3 ഓഹരികൾ ഒഴികെ ബാക്കി എല്ലാ സ്റ്റോക്കുകളിലും ഇന്നിപ്പോൾ ബാങ്ക് സൂചികയിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു ഇടിവിലേക്ക് വന്നിട്ടുണ്ട് എന്നും കാണാം. നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് ഇന്നത്തെ ഒരു വിപണിയിൽ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 44,400 പോയിന്റ് ഇസ് എ വെരി വെരി മേജർ സപ്പോർട്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 46,400 പോയിന്റ് ആയിരിക്കും. സോ ബിറ്റ്വീൻ 44,400 ആൻഡ് 46,400, അതായത് 44,400 46,400 ഇടയ്ക്ക് ഇറ്റ് വിൽ ബി എ വെരി ഷോർട്ട് ട്രേഡിംഗ് റേഞ്ച്. ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധൻ ബാങ്കിന്റെ കാര്യമാണ്. ബന്ധൻ ബാങ്ക് ഇന്നത്തെ വിപണിയിൽ 1.5% നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. ബന്ധൻ ബാങ്കിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബന്ധൻ ബാങ്കിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഈ ബന്ധൻ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഏറ്റവും നല്ല സ്ട്രാറ്റജി ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച ഒരു സപ്പോർട്ട് ഏരിയ 210. 210ന്റെ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ നിലവിൽ ONGCയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിൽ നിന്നും ഏറ്റവും അധികം ഇന്നത്തെ ദിവസം ഇടിവ് രേഖപ്പെടുത്തുന്നത് ONGCയുടെ ഓഹരികളാണ്. നിലവിൽ 1.46% ഇടിവോട് കൂട്ടി 263 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ അവസാന ദിവസങ്ങളിൽ മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ക്വാർട്ടർലി റിസൾട്ട്സ് അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അറ്റാദായത്തിലും ലാഭത്തിലും അടക്കം കാര്യമായിട്ടുള്ള ഒരു ഇടിവ് കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വ്യാപാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 52 ആഴ്ചയിൽ ഏറ്റവും ഉയരമായ 275.65 എന്നുള്ള ഒരു നിലവാരം രേഖപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാര്യമായിട്ടുള്ള ഒരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നത്. ONGCയെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? So ONGCയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ 180 രൂപയുടെ ഒരു ലോവസ്റ്റ് ലെവൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു സെല്ലിങ്ങും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഓൾമോസ്റ്റ് 278 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. നാച്ചുറലി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 2 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽസാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 240 രണ്ടാമത്തെ 220. എനിക്ക് തോന്നുന്നില്ല 220 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നത്തെ ഈ ട്രേഡിംഗിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക.
മറ്റൊരു സ്റ്റോക്ക് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു 0.98% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. 35 രൂപ റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകരെ സംബന്ധിച്ചും സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? മുന്നോട്ടേക്കുള്ള അതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ 40 രൂപ എത്തുന്നത് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്നുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച ഒരു സപ്പോർട്ട് ഏരിയ 31-33 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും. സോ ആ ഒരു ലെവലിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. നിലവിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ് us just wait for the correction to get over. യെസ് പ്രദീപ് സർ, SJVN കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ക്വാർട്ടർലി റിസൾട്ട്സ് SJVN സംബന്ധിച്ചിടത്തോളം അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല. മൂന്നാം പാദത്തിലെ അറ്റാദായത്തിൽ 51.6% ഒരു വാർഷിക ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ 287 കോടി രൂപയുടെ അറ്റാദായം നേടിയെടുത്തുന്നാണ് ഇത്തവണ ഒരു മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം ഇന്നിപ്പോൾ ഓഹരികൾ 9.5% ഒരു വലിയ ഇടിവിലേക്ക് പോയിരിക്കുന്നു. ഈ ഒരു പൊതുമേഖലാ കമ്പനിയെ കുറിച്ച് പ്രധാനമായിട്ടും നിക്ഷേപകർ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? സോ അഗൈൻ ഈ ഒരു സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് മോർ ദാൻ 100% നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് SJVN. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഈ സ്റ്റോക്കിന്റെ വില വെറും 62 രൂപയ്ക്ക് അടുത്തായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് 170 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. നാച്ചുറലി ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെ. ആൻഡ് അറ്റ് ദ മൊമെന്റ് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു റിക്കവറി നടക്കുന്ന സമയത്ത് വി ഷുഡ് ലുക്ക് ടു ബുക്ക് ആ പ്രോഫിറ്റ്സ്. ആൻഡ് പുതിയ ലോങ് പൊസിഷൻ ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിലൊരു സെല്ലിംഗ് പ്രഷർ അവസാനിച്ച സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇന്നത്തെ വിപണിയിൽ ഇസാഫ് സ്മോൾ ഫിനാൻസിനെ സംബന്ധിച്ച് 3% അടുത്തൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. 67 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ഇസാഫിന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത്. ഇസാഫിനെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് നോക്കുമ്പോഴും 7% നെഗറ്റീവ് റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. ഇസാഫിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഇസാഫ് നവംബർ മാസത്തിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഫെബ്രുവരി മാസം വരെ നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു നടത്തി വന്നത്. 75 മുതൽ 70 രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ചത്തെ ട്രേഡിംഗിലും വ്യാഴാഴ്ചത്തെ ട്രേഡിംഗിലും വലിയൊരു മുന്നേറ്റമായിരുന്നു നമ്മൾ കണ്ടത്. 70 രൂപയിൽ നിന്ന് 82 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. പക്ഷെ വെള്ളിയാഴ്ച ഈ സ്റ്റോക്കിൽ കനത്ത ഒരു സെല്ലിങ്ങും നമുക്ക് കാണാനിടയുണ്ടായി. ആ ഒരു കനത്ത സെല്ലിങ്ങിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ലോയും നമുക്ക് കാണാൻ സാധിച്ചു. സോ കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയ ഓൾ ടൈം ഹൈയും കാണാൻ സാധിച്ചു, പുതിയൊരു ഓൾ ടൈം ലോയും കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് നമുക്ക് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ വളരെ ഹൈ അൺസർട്ടനിറ്റിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ തൽക്കാലം ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. പ്രദീപ് സർ, ഒരു സ്മോൾ ക്യാപ് കമ്പനി ആയിട്ടുള്ള ജെൻസോൾ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ 5.5% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് നൽകുന്നുണ്ട്. 1175 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. ജെൻസോളിനെ സംബന്ധിച്ചിടത്തോളം സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട EPC സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ ഒരു 3 വർഷത്തെ പെർഫോമൻസ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ 6000% നിക്ഷേപകർക്ക് നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന് ഒരു ഓവർ ഹീറ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ് താങ്കൾ വിലയിരുത്തുന്നത്? പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? That's been absolutely correct. അതായത് ഇതൊരു ഓവർ ഹീറ്റഡ് സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഒത്തിരി ഈ റിന്യൂവബിൾ എനർജി സ്പേസിലുള്ള സ്റ്റോക്സിൽ മുന്നേറ്റം കണ്ടിരുന്നു. ആൻഡ് ജെൻസോളിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഡിസംബർ മാസത്തിൽ വെറും 720 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടന്നത്.
ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 1240 രൂപയുടെ പുതിയ ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. നാച്ചുറലി ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗിന് സമയം അതിക്രമിച്ചിട്ടുണ്ട്. ലെറ്റ് us വെയിറ്റ്, സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇതിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാനിരിക്കെ ആൾക്കാർഗോ ലോജിസ്റ്റിക്സിനെ സംബന്ധിച്ച് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 77 രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ആൾക്കാർഗോ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കമ്പനിയുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും കാര്യമായ ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആൾക്കാർഗോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ആൾക്കാർഗോയുടെ ഷോർട്ട് ടേം ട്രെൻഡ് അല്പം ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച സപ്പോർട്ട് ഏരിയ 71 രൂപയല്ല. 71 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറും. തൽക്കാലം ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാതിരിക്കുക. യെസ് പ്രദീപ് സാർ, ടാറ്റ പവറിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ 2% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. ലാസ്റ്റ് ട്രേഡിംഗിൽ 3% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ക്വാർട്ടർലി റിസൾട്ട്സ് ഭേദപ്പെട്ടത് തന്നെയായിരുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാദായം മികച്ചതായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിന്റെ ഈ ഒരു മൂന്നാം പാദത്തിൽ 1076 കോടി രൂപയുടെ ലാഭവും കമ്പനി നേടിയിട്ടുണ്ട്. ടാറ്റ പവർ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? സോ ടാറ്റ പവർ അഗെയിൻ കഴിഞ്ഞ നവംബർ മാസത്തില് വെറും 230 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തിയത്. ആൻഡ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ 420 രൂപയ്ക്ക് അടുത്ത ട്രേഡിംഗ് നടന്നു. നാച്ചുറലി സ്റ്റോക്ക് ഇസ് അഗെയിൻ അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ട്രേഡിംഗ് റേഞ്ച് 340 മുതൽ 360 രൂപ വരെ. ഇന്നിപ്പോൾ ബനാറസ് ഹോട്ടൽസിലേക്ക് നോക്കുന്ന സമയത്ത് ബനാറസ് ഹോട്ടൽസ് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബനാറസ് ഹോട്ടൽസിനെ സംബന്ധിച്ചൊരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ പോലും ഈ വർഷം ആരംഭിച്ചതിന് ശേഷം നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് നോക്കുമ്പോഴും 4% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ബനാറസ് ഹോട്ടൽസിൽ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപകർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ബനാറസ് ഹോട്ടലിന്റെ ട്രേഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കുമ്പോഴേക്കും ഇതിന്റെ ആദ്യം തന്നെ ഇതിന്റെ ഫൈനാൻഷ്യൽസ് ഒരു പ്രോബ്ലം ഇല്ല. ഇറ്റ്സ് എക്സലന്റ് ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനി. ബട്ട് ഈ സ്റ്റോക്ക് ഇത്രയും ഹൈ വാല്യൂഡ് ആയതുകൊണ്ട് തന്നെ ആൻഡ് ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് കമ്പനി, ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാറില്ല. സോ സ്റ്റോക്ക് ഡിസംബർ മാസത്തില് 6800 രൂപയിൽ നിന്നും കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 10,000 റുപ്പീസ് വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. ഈ 10,000 റുപ്പീസ് വളരെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ 8,800. 8,800 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അങ്ങനെ ആ ബെയറിഷ്നെസ്സിലോട്ട് വഴിമാറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും നമുക്ക് 1,500 മുതൽ 2,000 രൂപയുടെ കറക്ഷൻ നടക്കാൻ ചാൻസസ് ഉണ്ട്. പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ 10,000 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ലെവൽ ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യണം. യെസ് പ്രദീപ് സാർ, സൊമാറ്റോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 2.38% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഡിസംബർ പാദത്തിലെ ഏർണിംഗ് നമ്പറുകൾക്ക് ശേഷം തുടർച്ചയായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് സൊമാറ്റോ നൽകുന്നത്. 3rd സ്ട്രെയിറ്റ് ക്വാർട്ടർ ആയിരുന്നു ഇത്തരത്തിൽ ഒരു പ്രോഫിറ്റ് മേക്കിംഗിൽ അടക്കം കാര്യമായിട്ടുള്ള ഒരു വർധനവ് കമ്പനി കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ ഒരു റെക്കോർഡ് നിലവാരത്തിലാണ് സൊമാറ്റോ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 153 രൂപ എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ ആണ്. സൊമാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹൈ വാല്യുവേഷനിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സൊമാറ്റോയിൽ നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് ഈ സ്റ്റോക്ക് കാണുന്നത്. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ലോങ് പൊസിഷൻ. ഈ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 138 രൂപ, അതിനെ തുടർന്ന് 128 രൂപ. 128 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറത്തുള്ളൂ.
ഇന്നിപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് നോക്കുന്ന സമയത്ത് 1% ഒരു ഇടിവാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് പ്രകടമാക്കുന്നത്. 873 എന്ന റേഞ്ചിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 വീക്ക് ആയിട്ട് നോക്കുമ്പോഴും അതിന്റെ പെർഫോമൻസ് ഓൾമോസ്റ്റ് ഒരു 2% ഒരു നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഇടിവാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റിയ ഒരു സാധ്യതയുണ്ടോ? ഫോർച്ചുനേറ്റ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡില് പുതിയൊരു ലോ റിസ്ക് എൻട്രി അവസരം ഇപ്പൊ കാണുന്നില്ല. കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 940 രൂപയുടെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ ആദ്യത്തെ 800 രൂപ. 800 രൂപയെ തുടർന്ന് 760 രൂപയിലായിരിക്കും അടുത്ത മേജർ സപ്പോർട്ട്. അപ്പൊ നമുക്ക് ഈ കറക്ഷൻ എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്ന് വിലയിരുത്തിയിട്ട് വേണം നമുക്കൊരു പുതിയ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടത്. അതേസമയം കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മാസഗോൺ ഡോക്കിന്റെ കേസും കൂടെ ഒന്ന് പരിഗണിക്കാം. മാസഗോൺ ഡോക്കിന്റെ കേസിൽ അറൌണ്ട് 2500 രൂപയ്ക്ക് ഒരു ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് 2090 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാസഗോൺ ഡോക്കിന്റെ കേസിൽ നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ സെയിം സ്റ്റോറി. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 950 രൂപയുടെ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം കഴിഞ്ഞ 10 ദിവസത്തിനിടെ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. 840 രൂപ ഇസ് ദ മേജർ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. പ്രദീപ് സാർ, ടൈറ്റനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. 3601 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. ടൈറ്റന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജനുവരി 30-നാണ് 3886.95 എന്നുള്ള ഒരു റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം 43% ഒരു നേട്ടം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും 1.99% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ടൈറ്റൻ നൽകിയിട്ടുള്ളത് എന്ന് കാണാം. ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ട്രെൻഡ് എങ്ങനെയാണ്? സോ ടൈറ്റന്റെ കേസിലും ടൈറ്റൻ കഴിഞ്ഞ ആഴ്ച ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 3900 രൂപ എത്തിയതിനു ശേഷം ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിന്റെ കേസിൽ 3480 രൂപ വളരെ മേജർ ഒരു സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് പിന്നീട് 3200 രൂപയിലേ കാണുള്ളൂ. സോ ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. തിരിച്ച് ജാസ്മിന്റെ അടുക്ക് ഇത് തരുന്നതിന് മുൻപ് ഇന്നത്തെ ട്രേഡിംഗിലെ 2 സ്റ്റോക്സ് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തത് തന്നെ മാരുതി. സോ മാരുതി ഒത്തിരി ദിവസത്തെ ഒരു കറക്ഷന് ശേഷം വീണ്ടും ഇന്ന് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ജിയോ ഫൈനാൻഷ്യൽ സർവീസസിന്റെ കേസിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിലാണ്. അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ 1055 രൂപ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ ട്രേഡിംഗിൽ 1040 രൂപ വരെ നമുക്ക് ഇപ്പൊ ട്രേഡിംഗ് നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ തൻല പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് 0.36% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 981 എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നത്. തൻലയെ സംബന്ധിച്ചും കഴിഞ്ഞ ഒരു 1 മന്ത് ആയിട്ട് നോക്കുമ്പോൾ 17% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ നൽകിയിരിക്കുന്നത്. ഈ വർഷം ആരംഭിച്ചതിന് ശേഷവും കാര്യമായിട്ടുള്ള റിട്ടേൺ നിക്ഷേപകർക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. തൻല പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടാൻലയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ടായിട്ട് കാണുന്ന 960 രൂപ. എന്റെ എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള സപ്പോർട്ട് 900 റുപ്പീസിലാണ്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
ഇനിയിപ്പോൾ റിയൽറ്റി സെഗ്മെന്റിൽ നിന്നും ഓഹരികളുടെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗവും ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ്. അതിൽ ശോഭ ഡെവലപ്പേഴ്സിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 8% ഒരു വലിയ ഇടിവിലേക്കാണ് ശോഭ പോയിട്ടുള്ളത്. 1305 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ശോഭ ഡെവലപ്പേഴ്സിന്റെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഒരു ക്വാർട്ടർലി റിസൾട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാഭത്തിൽ 50% ഒരു കുറവ് കമ്പനി വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് ശോഭ ഡെവലപ്പേഴ്സ്. ഈ വർഷം ആരംഭിച്ചപ്പോൾ മുതൽ കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് വന്നിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കാം. ശോഭ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശോഭ ഡെവലപ്പേഴ്സ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 1600 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ഒരു ഓൾ ടൈം ഹൈ. അതിനുശേഷം സ്റ്റോക്കിൽ നമുക്കൊരു നല്ല കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഇന്നത്തെ ഇടിവില എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുക. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ക്ലോസ് ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് 2 നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ 900 റുപ്പീസ്, അതിനെ തുടർന്ന് 800 രൂപയിൽ. ഇന്നിപ്പോൾ ഫെഡറൽ ബാങ്കിലേക്ക് വരുമ്പോൾ 0.17% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ഇപ്പോൾ 147 രൂപ എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഫെഡറൽ ബാങ്കിന്റെ കേസിൽ എല്ലാ ട്രെൻഡുകളും നിലവിൽ സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് 139 രൂപ. 139ന്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബെയറിഷ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 152 രൂപ. 152 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 1% മുകളിൽ ഒരു നേട്ടം നൽകുന്നുണ്ട്. 362 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ കഴിഞ്ഞ വർഷം ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് കല്യാൺ ജ്വല്ലേഴ്സ്. ഈ വർഷത്തിലും 1.78% ഒരു പോസിറ്റീവ് റിട്ടേൺ തന്നെ നിക്ഷേപകർക്ക് നൽകിയിട്ടുമുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോ കല്യാണിന്റെ കേസിൽ ഈ വർഷം 390 രൂപയുടെ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ടു ബെയറിഷ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച സപ്പോർട്ട് ഏരിയ 318 രൂപ. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IRFCയെ സംബന്ധിച്ച് 7% ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ട്. 142 രൂപ എന്ന റേഞ്ചിലാണ് IRFC ഓഹരികൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. IRFCയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IRFCയുടെ കേസിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 118 രൂപ. ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്തിയതിനു ശേഷം മാത്രമേ പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കയ്യിൽ ഇപ്പൊ തൽക്കാലം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. യെസ് പ്രദീപ് സർ, അവസാനമായിട്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാരുതി, ജിയോഫിൻ ഈ സ്റ്റോക്കുകൾ ഒഴികെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിപണിയിൽ താങ്കളുടെ ഫോക്കസിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഒരേ ഒരു സ്റ്റോക്കും കൂടെ ഉള്ളൂ, വിച്ച് ഇസ് അഡാനി ടോട്ടൽ ഗ്യാസ്. അതിനെക്കുറിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൽ 1055 രൂപയുടെ റെസിസ്റ്റൻസ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം.